മമ്മ എന്നാ പറയുന്നു മോളെ? മമ്മയ്ക്ക് UK വിടാൻ വയ്യ അങ്കിൾ. ഇനി മമ്മ ആഗ്രഹിച്ചാലും അത് നടക്കില്ല. അത്രയ്ക്കുണ്ട് മമ്മയുടെ അവിടുത്തെ ബന്ധങ്ങളും ബന്ധപ്പെടലുകളും. ഏതോ ഒരാൾ, മലയാളി പോലുമല്ല, അയാളാണിപ്പോൾ മമ്മയുടെ എല്ലാം. ശരിക്കും മടുത്തിട്ടാണ് അങ്കിൾ ഞാൻ നാട്ടിലേക്ക് പോയത്. പിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. മമ്മ ജനിച്ചു വളർന്ന ഈ നാടും പിന്നെ മമ്മയും അടുത്ത് ഇറങ്ങിപ്പോയ എൻ്റെ പപ്പയെയും. സാറ് വിളിച്ചിരുന്നോ? മെയിൽ അയച്ചിരുന്നു, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ. ഇന്റർവ്യൂ ഒന്നും ഉണ്ടാകത്തില്ല, ഇത്രയൊക്കെ കാണൂ. മോളൊരു കാര്യം ചെയ്യ്, നാളെ തന്നെ പോയി കണ്ടോളൂ. അങ്കിൾ, പപ്പയ്ക്ക് എന്തെങ്കിലും മനസ്സിലായാൽ? ആദ്യമായിട്ട് കാണുന്നതല്ലേ ഞാൻ, അതും മമ്മയുടെ എതിർപ്പുകൾ അവഗണിച്ച്. ഒരിക്കലെങ്കിലും കാണണ്ടേ അങ്കിൾ ഞാൻ എൻ്റെ പപ്പയെ? പോട്ടേടോ, നാളെ കാണാലോ. പിന്നെ എത്ര കരഞ്ഞിട്ടാന്നറിയോ പപ്പ നിനക്ക് വിസ എടുത്തു തരാൻ ഏറ്റത്? ചെലവുണ്ട്. അന്ന് നീ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുവൈറ്റിലെ പലർക്കും ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഇവിടെ എത്തണമെന്ന്. എൻ്റെ മമ്മയും പപ്പയും ജീവിച്ചിരുന്ന ഈ നാട്, അതിനപ്പുറം എൻ്റെ പപ്പ ജീവിച്ചിരിക്കുന്ന ഈ നാട്. പപ്പായെക്കുറിച്ച് റിയെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? യെസ്. എങ്കിലും പപ്പയുടെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് എനിക്ക് അങ്കിളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. കയറി വന്നോളൂ. ഞാൻ പിടിച്ചോളാം. ഹായ് ആൻറ്റി. ഹായ് മോളു. സുഖാണോ? സുഖമാണ്. ഒരു ഗ്ലാസ് വെള്ളം തരൂ. ഓ പിന്നെന്താ. നിനക്ക് വൈഫൈ വേണ്ടടി? നെറ്റ് ഇല്ലല്ലോ. ആ 24. മോളെ കിടന്ന് ഉറങ്ങിക്കോ, നാളെ നേരത്തെ പോണ്ടതല്ലേ. ഓക്കെ ആൻറ്റി. ഹലോ മമ്മ. എത്തിയല്ലേ? അയാളെ കണ്ടുപിടിക്കാനുള്ള പുറപ്പാടാണോ? ആട്ടി ഇറക്കുമ്പോ മനസ്സിലാക്കിയോളൂ. ഇങ്ങോട്ട് തിരിച്ചു വരാനൊന്നും നിക്കണ്ട, എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. മമ്മ പ്ലീസ്, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ശരി സാർ. ഹായ്. കയറി കയറി. ഇല്ല സാറേ. ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ജിബിൻ, ഞാൻ പറഞ്ഞ ക്യാമറാമാൻ. ഹായ്. ഹായ്. മഞ്ഞയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. തീർച്ചയായും വേണം. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് റിയയുടെയും ജിബിൻ്റെയും ഒക്കെ സഹായം വേണം.
ഒരു കാലത്ത് ഇവിടെ എത്രമാത്രം സ്റ്റാഫുകളായിരുന്നു, എന്തുമാത്രം സെലിബ്രിറ്റികളാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത്. വേറെ എത്ര ബ്രാഞ്ചസ് ഉണ്ടായിരുന്നെന്ന് അറിയോ? മന്യ, ഇരിക്കും മന്യ. നോക്കിയേ, ഇത് ശരിയായോ? കുറച്ച് ഇങ്ങോട്ട് ഇത്. ആ, ഓക്കെ ഓക്കെ. ഹലോ. ആ സാർ, ഓക്കെ പറയാം. മന്യ, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ചെല്ലേ. Sir, may I? യെസ് പ്ലീസ്. ഇരിക്കുക. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കണ്ടില്ല. സാർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സർ, നമസ്കാരം. ഞാൻ മന്യ ജോർജ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുവൈറ്റ് മലയാളികളുടെ ഇടയിൽ സുപരിചിതനായ ഒരു ബിസിനസ്സുകാരനെയാണ്, ജോർജ് നിക്സൺ. തന്റെ കഴിവുകളിൽ കച്ചവട സാധ്യതകൾ മനസ്സിലാക്കി സ്വന്തം പ്രസ്ഥാനത്തെ മതി. ഇതാണോ നിന്റെ പ്രൊജക്ട്? എവിടുന്നോ കിട്ടിയ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും വെച്ച് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നതാണോ നിന്റെ ക്രിയേറ്റിവിറ്റി? ദേ കൊച്ചേ, എന്നെപ്പറ്റി നിനക്ക് എന്തറിയാം? ഞാനൊരു ബിസിനസ്സുകാരനാണെന്നോ? ജേർണലിസം അല്ലേ പഠിച്ച്? എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ? സർ, ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ മര്യാദകളുണ്ട്. ശരിയാണ് സർ. ഓരോ ഇടത്തും പാലിക്കേണ്ടതായ കുറേ മര്യാദകളുണ്ട്. ദേ, സാറിപ്പോൾ എന്നെ ഓഫീസിലോട്ട് വിളിച്ചു വരുത്തി എൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് ശ്വാസം മുട്ടും വിധം സർ പുകയൂതി വിടുന്നു. ഇതിലെന്ത് മര്യാദയാണ് സർ? ജിബിൻ, സാറിന് വേണമെങ്കിൽ ഈ ഓഫീസിന് പുറത്താകാം, അല്ലാതെ എന്നെ വിളിച്ചു വരുത്തിയ ഈ സ്ഥലത്താകരുത്. ഇതിവിടെ പറ്റില്ല സർ. ദേ, എൻ്റെ ഓഫീസിൽ കയറി വന്ന ആളാകാൻ നോക്കരുത്. എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെങ്കിൽ ജിബിൻ നിന്നെ സഹായിക്കും. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റീ ഉണ്ടാവും. 10 ദിവസം ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ നീ നിന്റെ കഴിവ് തെളിയിച്ചിരിക്കണം. എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. അതുവരെ ഈ ഓഫീസിൽ ഇവരെ പോലെ നിനക്കും വരാം. പോയിക്കോ. ഇല്ല, ഇത് ഒത്തിരി പഴയതാ. സർ, ഇത് തുടങ്ങിയ കാലം മുതലുള്ള എപ്പിസോഡിന്റെ വീഡിയോസുകൾ അതൊക്കെ. പിന്നെ വേറെ കുറെ മെമ്മറീസും ഉണ്ട്. മന്നയ്ക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ കൊണ്ടുപോയി കണ്ടു നോക്കൂ.
സാറിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ സാറിൻ്റെ കുറേ പഴയകാലത്തെ വീഡിയോസും ഉണ്ട്. ഞാൻ വേണം മഞ്ഞയ്ക്കത് കോപ്പി ചെയ്ത് തരാം. പക്ഷെ സാർ അറിയരുത്. ഇല്ല ജിബിൻ, സാർ അറിയില്ല. താങ്ക്സ്. വാ. എന്ത് പറ്റി മഞ്ഞ? സാറ് വഴക്ക് പറഞ്ഞോടാണോ വല്ലാണ്ടിരിക്കുന്നേ? സാർ അങ്ങനെയാടോ? ഏയ് അതൊന്നുമല്ല. സാറ് നന്നായിട്ട് സ്മോക്ക് ചെയ്യുമല്ലേ? ഓക്കെ, ബൈ. നിൻ്റെ പപ്പയാണ് ആദ്യമായിട്ട് ഒരു ചാനൽ വഴി ഇവിടുത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങളും അവരുടെ മറ്റ് കഴിവുകളും പുറം ലോകത്തെ അറിയിക്കുന്നത്. തുടക്കം ഒറ്റയ്ക്കായിരുന്നു. ആ ഇടയ്ക്കുണ്ടായ സൗഹൃദമാണ് ഞങ്ങളുടേത്. ജോർജിൻ്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തും വിധമായിരുന്നു. സ്വന്തമായിട്ടൊരു ഓഫീസ്, സ്റ്റുഡിയോ, മറ്റു പല ബിസിനസ്സുകൾ, നിരവധി ജീവനക്കാർ. ശരിക്കും അയാളുടെ ആത്മാർത്ഥതയും അധ്വാനവും കൊണ്ടാണ് അയാൾ ഇതെല്ലാം നേടിയെടുത്തത്. ആ നല്ല കാലം അധികം നാളും നീണ്ടു നിന്നില്ല. ജോർജിൻ്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായിട്ടാണ് നിൻ്റെ അമ്മ കടന്നു വരുന്നത്. അതോടെ അതെല്ലാം തീർന്നു. ബാക്കി നമുക്ക് പിന്നീടാവാം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇതൊന്നും ക്ലീൻ ചെയ്ത് വെക്കാൻ പോലുള്ള സമയമില്ലേ? അതെങ്ങനെയാ? ഇവിടെ ഓരോരുത്തർക്ക് കള്ളു കുടിക്കാനും പുകവലിക്കാനുള്ള സ്ഥലമല്ലേ ഇത്? ദേ കൊച്ചേ, എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കണം, അല്ലാതെ. എന്നാ കേട്ടോ, ഇനി ഇവിടെ പുകവലിക്കാൻ പാടില്ല. നീ ആരാണെന്നാ നിന്റെ വിചാരം? എന്നെ ഭരിക്കാൻ വന്നേക്കരുത്, കേട്ടല്ലോ? ജിബിൻ, വണ്ടി എടുക്ക്, നമുക്കൊരു ഷൂട്ടുണ്ട്. ഞാനും കൂടെ പോന്നോട്ടെ? ജിബിൻ, എനിക്ക് വിശന്നിട്ട് വന്നു. ജിബിൻ, ഇവിടെ അടുത്ത് വല്ല റെസ്റ്റോറൻ്റ് ഉണ്ടോ? ഓക്കെ സാർ, നോക്കാം. എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളാം. ആ ഓക്കെ. ഓ പിന്നെന്താ, ചിലതൊന്നും കിട്ടത്തില്ലല്ലോ. ഒരു പണി ഇപ്പം എന്താ വെച്ചാൽ അങ്ങോട്ട് പോകും. നമുക്ക് അവിടെ ഇരുന്ന് കഴിച്ചാലോ? ആ വാ. ഞാൻ അവിടെ മാറിയിരുന്നോളാം. നമസ്കാരം. ഞാൻ നിൽക്കുന്നത് കുവൈറ്റിൻ്റെ ഒരു കടപ്പുറത്താണ്. ഈ കടപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമ്മുടെ നാട്ടിലെ കടലിനെ അപേക്ഷിച്ച് വളരെ ശാന്തമാണ്. അലറി മറിഞ്ഞു വരുന്ന തിരമാലകളല്ല ഇവിടെ. ജിബിൻ, ഒരു മിനിറ്റ്. സാർ കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡന്റ്. ജിബിൻ, ഏക്കട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവം ഇവിടുത്തെ ഈ കടമത്തൻ്റെ ശാന്തതയൊക്കെ കണക്കുകൂട്ടി കഴിഞ്ഞാൽ നാട്ടിൽ നിന്നുള്ള പ്രവാസികൾ ഇവിടെ വരുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. നാടും വിട്ട് എത്തിയവർക്ക് ഈ ഒരു കടപ്പുറം ഉണ്ടാകുന്ന എന്താ സന്തോഷം ഒരു അനുഭൂതി. ഓക്കെ അല്ലേ ജിബിൻ? ഓക്കെ സാർ. വാ വാ, ഷൂട്ടിങ് കഴിഞ്ഞ് പോവാം. ഇല്ല സാറേ, നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം സാറേ. മഞ്ഞ വിട്ടിട്ടാ പോവാം. ജിബിൻ, ടേക്ക് കെയർ മാൻ. മഞ്ഞ വാ, പോയേക്കാം. ഇന്നലത്തെ കറക്കത്തിൻ്റെ ആയിരിക്കും. മന കിടന്നോളൂ. ജിബിൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സാറിനോട് പറഞ്ഞോളാം. ഹോസ്പിറ്റലിൽ പോകണോ മന്യ? വേണ്ട അങ്കിൾ, ഇത് ഈ ക്ലൈമറ്റിൻ്റെയാ, ഇത് പതിവാ. എന്നാൽ ഞങ്ങൾ ഇറങ്ങണേ, ആ ടൈമായി. ഓക്കെ ആ. ഓക്കെ മോളെ. പാവം 10 ദിവസം അതിനാകെ കൊടുത്തിരിക്കുന്ന ടൈം. ദേ ഇപ്പോൾ പനിയും പിടിച്ച് കിടപ്പായി. ഇനിയിപ്പോൾ എന്ത് കാണിക്കാനാ? മന്നെക്കുറിച്ച് സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ജിബിൻ്റെ അടുത്ത്? ഇല്ല. ഒരു ഫ്രണ്ടിൻ്റെ മോളാന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളാനും പറഞ്ഞു. ആ, ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മഞ്ഞയുടെ മന്ന ഇന്ന് വന്നില്ല സർ. നല്ല പനിയുണ്ട്, കിടക്കാണ്. വീട്ടിലാരാ ഉള്ളത്? ആരുമില്ല സർ. പപ്പ പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന്. അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? രണ്ടുപേരും കൂടെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാൻ പറ. തോന്നുമ്പോൾ കയറി ഇറങ്ങാനുള്ളതല്ല ഈ സ്ഥലം. ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞല്ലായിരുന്നോ അവളെയും കൂടെ കൂട്ടിക്കോളാൻ? ശരിയായിരുന്നു. എന്തായാലും വാ. ഈ ഷോയ്ക്ക് വരാനുള്ള കാരണം ഇവിടുത്തെ ഔട്ട്സൈഡേഴ്സ് എല്ലാവരുടെയും അവരുടെ സംഘടനയാണെന്ന് പറഞ്ഞ രീതികൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നു. അവരുടെ ഒരു നിഷ്കളങ്കത്വം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെല്ലേ, അകത്താളുണ്ട്. സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയും അതുപോലെ അക്കാത്തുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വലിയ ധൈര്യം തന്നെയാണ്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു നായകനും അതുപോലെ തന്നെ ജിബിൻ ഇതൊന്ന് ചെക്ക് ചെയ്തേക്കൂ. ഇതാ ഓക്കെ സാർ. നീ കൂടെ ചെല്ലേ. ശരി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് എന്താ ഒരു കൗതുകം വരുന്നുണ്ട്. ആ പടത്തെ പറ്റി എങ്ങനെ ഒന്ന് വിശദീകരിക്കാം? മേരാനാം ഷാജി കഴിഞ്ഞ 2 സിനിമകൾ മറ്റ് 2 സിനിമകൾ
പോയിക്കോ. താങ്ക് യു. നമസ്കാരം സർ. നമസ്കാരം. സാറിൻ്റെ ഈ പ്രോഗ്രാം കുവൈറ്റ് മലയാളികൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. താങ്ക്സ് ലോട്ട്. ഒരുപാട് മോശം അഭിപ്രായങ്ങളും ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ശരിയാണ്, എൻ്റെ പ്രോഗ്രാമിനെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, ശത്രുക്കളുമുണ്ട്. മുഖം നോക്കാതെ ഞാൻ വിളിച്ചു പറയുന്ന സത്യങ്ങളായിരുന്നു പലതിനും കാരണം. മതസംഘടനകളുടെ അഴിമതിയും രാഷ്ട്രീയ നേതാക്കളുടെ അധികാരഗതിയും ഞാൻ പുറം ലോകത്തെ മറയില്ലാതെ തുറന്നു കാണിച്ചു. കലാസാംസ്കാരിക മേഖലകളിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ഇതൊക്കെ ചാനലുകളിലൂടെ പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ ഞാൻ പറയാതെ അറിയാമല്ലോ. ഇതുപോലുള്ളൊരു ചാനലിൻ്റെ നിലനിൽപ്പിന് ചിലതൊക്കെ കണ്ണടക്കേണ്ടി വരില്ലേ? ഓരോരുത്തർക്കും കിട്ടേണ്ട അംഗീകാരവും അവകാശവും അവർക്ക് തന്നെ കിട്ടണം. അത് അവരിൽ തന്നെ എത്തിച്ചേരുകയും വേണം. നന്നായി പാടുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ട അംഗീകാരം അത് അവർക്ക് തന്നെ കിട്ടണം. കഴിവിനെ അംഗീകരിക്കുകയും വേണം. പകരം ഇവിടെ നടക്കുന്നത് എന്താണ്? പ്രമുഖരുടെ മക്കൾക്കും സംഘടനകളുടെ അംഗങ്ങൾക്കും മാത്രം എന്നും അവാർഡുകൾ. ഇതൊന്നും ഒരു വിവാദ വിഷയമാക്കണ്ട. തൽക്കാലം നമുക്ക് നിർത്താം. താങ്ക് യു സർ. താങ്ക് യു. ജിബിൻ, പാക്കപ്പ്. സാർ എന്തിനിങ്ങനെ ഒരു അഭിമുഖം വയ്ക്കുന്നേ? ഇതൊക്കെ തുറന്നു പറയാൻ കുറേ നാളുകളായിട്ട് സാർ ആഗ്രഹിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ ചായവുമില്ലാതെ, ഒരു കച്ചവട സാധ്യതയും നോക്കാതെ ഒരിക്കലെങ്കിലും കുറേ സത്യങ്ങൾ വിളിച്ചു പറയാൻ സാർ ആഗ്രഹിക്കുന്നുണ്ടാവാം. മഞ്ഞയുടെ പ്രോജക്റ്റ് എന്തായി? ഷൂട്ടിംഗ് തുടങ്ങണ്ടേ? വേണം, നാളെ തന്നെ തുടങ്ങണം. സംഘടനകളുടെ അഴിമതിയും രാഷ്ട്രീയ നേതാക്കളുടെ അധികാരഗതിയും ഞാൻ മറയില്ല. നീ കിടന്നോ, ഞാൻ പിന്നെ കിടന്നോളാം. ഇതുപോലുള്ളൊരു ചാനലിൻ്റെ നിലനിൽപ്പിന് ചിലതൊക്കെ കണ്ണടക്കേണ്ടി വരില്ലേ? കലാസാംസ്കാരിക മേഖലകളിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. മഞ്ഞ ആ, ഓക്കെ. ഒരു മിനിറ്റ്. ജിബിൻ, ഓക്കെ. നമസ്കാരം. ഒരു മിനിറ്റ് ചെയ്യാം. നമസ്കാരം. താങ്കളുടെ ഈ ചാനൽ കുവൈറ്റ് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒപ്പം താങ്കളെയും വളരെ സുപരിചിതമാണ് ഇന്ന് മിക്ക പ്രവാസികൾക്കും. ഇതുപോലുള്ളൊരു ചാനലിൻ്റെ നിലനിൽപ്പിന് ചിലതൊക്കെ കണ്ണടക്കേണ്ടി വരില്ലേ? സംഘടനകളുടെ അഴിമതിയും ഇതുപോലുള്ളൊരു ചാനലിൻ്റെ നിലനിൽപ്പിന് ചിലതൊക്കെ കണ്ണടക്കേണ്ടി വരില്ലേ? പകരം ഇവിടെ നടക്കുന്നത് എന്താണ്? പ്രമുഖരുടെ മക്കൾക്കും സംഘടനകളുടെ അംഗങ്ങൾക്കും മാത്രം എന്നും. ഹലോ മമ്മ. ഞാൻ വീണ്ടും പറയാണ്, നീ അവിടെ പോവരുത്. അയാളെ കാണുകയും ചെയ്തത് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങള്. മമ്മ പ്ലീസ്, മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ വെക്കുക. മന്യ, ഞാൻ പറയുന്നത് നിനക്ക് ലണ്ടൻ നഗരത്തിലെ തിരക്കേറിയ ജീവിതങ്ങൾക്കിടയിലൂടെ അവൾ വളർന്നു. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കിഴക്കിൻ്റെ ഉത്സവ് 2019 സംഘടിപ്പിച്ചു.
മറൈൻ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് രാജീവ് നെടുകമുറി അധ്യക്ഷത വഹിച്ചു. വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നിന്റെ പ്രൊജക്ട് എന്തായി? തീരാറായി സർ. കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട്. ജിബിൻ, നേരത്തെ ചെയ്ത എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാളെ ചാനലിൻ്റെ FTPയിലേക്ക് അപ്ലോഡ് ചെയ്തോളൂ. ശരി ശരി. ജിബിനെ, എനിക്കും കൂടെ ഒന്ന് കാണിച്ചു തരുമോ? ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്നാ നോക്കിയോ. പകരം ഇവിടെ നടക്കുന്നത് എന്താണ്? പ്രമുഖരുടെ ആ ഓക്കെ. ജിബിനെ, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഇൻ്റർവ്യൂ ഞാനും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ജിബിനൊന്നും പറയണ്ട, ജിബിനൊന്നും അറിയില്ല. ഞാൻ സാറിനോട് സംസാരിച്ചു. ഹലോ ജിബിൻ, ആ ക്യാമറ ആയിട്ട് താഴ്ത്തു വരൂ. ഓക്കെ, ഒരു മിനിറ്റ് സാർ അവിടെ വെളി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വരാം, വെയിറ്റ് ചെയ്യ് കേട്ടോ. ഓക്കെ. നിനക്ക് ടെൻഷനുണ്ടോ? ഞാൻ ചെയ്തത് തെറ്റായോ റിയ? വാ, ജിബിൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം. ടൈംസ് ഓഫ് കുവൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റിലെ നിരവധി വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും ഈ ഷോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു. തൊഴിലിടങ്ങളിൽ നിന്നും മറ്റു കുടുംബജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിൽ മനസ്സുമെടുത്ത മനുഷ്യർക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നതാണ് ഇവരുടെ ഓരോ വാക്കുകളും അനുഭവങ്ങളും. നമുക്ക് മുന്നിലുണ്ടാകുന്ന ഓരോ വലുതും ചെറുതുമായ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താമെന്നും അതുവഴി എങ്ങനെ വിജയവും സന്തോഷവും കൈവരിക്കാമെന്നുമുള്ള വലിയ വലിയ പാഠങ്ങളാണ് ഇവർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വ്യക്തിത്വത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതേ ഷോ ചെയ്തിരുന്ന വലിയൊരു മനുഷ്യൻ, ജോർജ് നിക്സൺ.
നമസ്കാരം സർ. നമസ്കാരം. താങ്കളുടെ ഈ ചാനൽ കുവൈറ്റ് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒപ്പം താങ്കളെയും വളരെ സുപരിചിതമാണ് ഇന്ന് മിക്ക പ്രവാസികൾക്കും. താങ്ക്സ് ലോട്ട്. എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, ശത്രുക്കളുമുണ്ട്. മുഖം നോക്കാതെ ഞാൻ വിളിച്ചു പറയുന്ന സത്യങ്ങളായിരുന്നു പലതിനും കാരണം. ജോർജ് നിക്സൺ എന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലേക്ക് താങ്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുവൈറ്റിൽ തൊഴിൽ തേടി പറന്നിറങ്ങിയ ജോർജ് നിക്സൺ എന്ന ഒരു ചെറുപ്പക്കാരൻ. കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുമായിട്ടുള്ള സൗഹൃദ കൂട്ടായ്മയിലൂടെ ജോർജ് നിക്സൺ തൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും അതിലൂടെ കണക്ഷൻസ് മീഡിയ എന്നൊരു വാർത്താ ചാനലിന് രൂപം നൽകുകയും ചെയ്തു. ഗാർഹിക തൊഴിൽ മേഖലയിലെ ഒരുപറ്റം മലയാളി സമൂഹം അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതാനുഭവങ്ങളെ പുറം ലോകത്തെ കാണിച്ചുകൊണ്ടായിരുന്നു ചാനലിൻ്റെ ആദ്യ വാർത്ത പുറത്തുവിട്ടത്. മാസങ്ങൾക്കുള്ളിൽ കുവൈറ്റ് മലയാളികൾക്കിടയിൽ സുപരിചിതനായി ജോർജ് നിക്സണും അദ്ദേഹത്തിൻ്റെ കണക്ഷൻസ് മീഡിയ ചാനലും. ജോർജിൻ്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തും വിധമായിരുന്നു. നിരവധി ബ്രാഞ്ചുകൾ, നിരവധി ജീവനക്കാർ, നിരവധി സൗഹൃദങ്ങൾ, ഒപ്പം ആവശ്യത്തിലേറെ ശത്രുക്കളും. സന്തോഷകരമായ ആ നല്ല നാളുകൾ അധികം നീണ്ടുനിന്നില്ല. സ്വന്തം ജീവനക്കാരിൽ പലരും ജോർജിനെതിരായി. മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയാൻ ശ്രമിച്ച ജോർജിന് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല. സ്വന്തം ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നുവന്ന ലൂസി എന്ന സ്ത്രീയിൽ നിന്നുമായിരുന്നു ആദ്യ പ്രഹരം. കാമുകിയായി, കലാകാരിയായി, ഒടുവിൽ ഭാര്യയായി, ജോർജ് നിക്സന്റെ ബിസിനസ് പാർട്ട്ണറായി അവൾ മാറി. അയാൾ അറിയാതെ പലതും അയാൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ചെങ്കിലും ജോർജ് അവൾക്ക് മാപ്പ് കൊടുത്തില്ല. ഇരുവരും വേർപിരിഞ്ഞു. സ്ഥാപനങ്ങൾ പലതും നഷ്ടമായി. ഒടുവിൽ ലൂസി കുവൈറ്റിനോട് യാത്ര പറഞ്ഞു. ജോർജ് നിക്സൺ സമ്മാനിച്ച ഒരു ജീവനും പേറി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ലൂസി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. മന്യ ജോർജ്, അതായിരുന്നു അവളുടെ പേര്. ലണ്ടനിലെ തിരക്കിട്ട ജീവിതങ്ങൾക്കിടയിലൂടെ അവൾ വളർന്നു. പേരിനൊപ്പം ചേർത്തെഴുതിയ ജോർജ് എന്ന അവളുടെ പപ്പയുടെ മുഖം തേടി ലണ്ടൻ നഗരവീഥികളിലൂടെ അവൾ അലഞ്ഞു നടന്നു. ഒരിക്കലും കണ്ടെത്തില്ലെന്ന് ഉറപ്പായപ്പോൾ മമ്മ പറഞ്ഞ ആ ഒരു ചെറു സൂചനയിലൂടെ അവൾ വീണ്ടും യാത്ര തുടർന്നു. ഒടുവിൽ ഈ കുവൈറ്റിൽ അവൾ എത്തി. അവളുടെ പപ്പ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ. അതെ, എൻ്റെ പപ്പയെ ഞാൻ കണ്ടെത്തി. അംഗീകരിക്കാനും വിശ്വസിക്കാനുമാകാതെ എൻ്റെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ
നിങ്ങൾ ഈ ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം എന്നും നന്ദിയുണ്ടാവും.